ഒരുപക്ഷെ ചെറുപ്രായങ്ങളിൽ ചോദിക്കുന്നതെല്ലാം കൊടുക്കാൻ നമുക്ക് പറ്റും. മുതിർന്നു വരുമ്പോൾ അവരുടെ ആവശ്യങ്ങളെ നമുക്ക് നിവർത്തിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇപ്പോൾ ഈ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ആളുകൾ പറഞ്ഞ പരാതികളിൽ ഏറ്റവും പ്രധാനം മക്കൾ പറഞ്ഞത് കേൾക്കണില്ല എന്നുള്ളതാണ്. പലരും പറഞ്ഞത് പെൺകുട്ടികളെ കുറിച്ചിട്ടാണ്. 16, 17, 18, 20, 21 ഒക്കെ വയസ്സായ പെൺകുട്ടികൾ. എന്തുകൊണ്ടാണ് മക്കൾ നമ്മൾ പറഞ്ഞത് അനുസരിക്കാത്തത്? അവർ മുതിർന്നു വരുമ്പോൾ അവരെന്താണ് നമ്മളോട് ധിക്കാരപരമായ ഒരു സമീപനം സ്വീകരിക്കുന്നത്? നമ്മൾ പറയുന്ന ന്യായമായ കാര്യങ്ങളെയും മതപരമായ കാര്യങ്ങളെയും അവരെന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ഇത് പ്രസക്തമായൊരു ചോദ്യമാണ്. ഇതിൽ ചില കാര്യങ്ങൾ രക്ഷിതാക്കൾ ആലോചിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മക്കൾ എൻ്റെ നിയന്ത്രണത്തിൽ കിട്ടുന്നില്ല എന്ന് പറയുന്നവർ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സത്യത്തിൽ ഇവരിത് പറയുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു നിലക്കും അവർക്ക് സമ്മതിക്കാൻ പറ്റാത്ത, ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത പ്രവർത്തനങ്ങളിലേക്ക് അവർ പോകുമ്പോഴാണ് നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നത്. അത് ബ്ലോക്ക് ചെയ്യല്ലാതെ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ ധിക്കാരപൂർവ്വം അവരുടെ തീരുമാനങ്ങളിലേക്ക് അവർ പോകും. നമ്മൾ പറഞ്ഞ് നമ്മുടെ കുട്ടികൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചില ശ്രദ്ധകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ആവശ്യമാണ്. മതപരമായി വാപ്പയും ഉമ്മയും എന്തു പറഞ്ഞാലും മക്കൾ അനുസരിക്കണം, അല്ലെങ്കിൽ അവർ വലിയ കുറ്റക്കാരാണ്, വലിയ പാതകം ചെയ്യുന്ന ആളുകളാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ കുട്ടികളെ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ നമ്മൾ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് ജാഗ്രത വേണം. ഒന്ന്, നമ്മൾ കുട്ടികളുമായി വളരെയധികം മാനസികമായൊരു ബന്ധം സ്ഥാപിച്ചെടുക്കണം. ഈ മാനസികമായ ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ട് നല്ല വാപ്പി നല്ല ഉമ്മയാണ് എന്ന് പറയലല്ല അതിൻ്റെ കാര്യം. അതിലൂടെ ഒരിക്കലും നമുക്കൊരു നല്ല ബന്ധം കുട്ടികളോട് സ്ഥാപിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. നല്ല ബന്ധം സ്ഥാപിക്കുന്നത് നല്ല പെരുമാറ്റങ്ങളിലൂടെയാണ്. നമ്മുടെ മക്കളോട് നല്ല പെരുമാറ്റങ്ങൾ. എങ്ങനെയാണ് നല്ല പെരുമാറ്റങ്ങൾ? അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും വിഷമങ്ങളെയും ആശങ്കകളെയും ഒക്കെ മനസ്സിലാക്കി അവരോട് ഉള്ളു തുറന്ന് സംസാരിച്ച്, അവർ നമ്മളോട് സംസാരിച്ച്, അവരുടെ പ്രശ്നങ്ങൾക്ക് സമയോചിതമായ പരിഹാരങ്ങൾ ഉണ്ടാക്കി, ഓരോ കാര്യത്തിലും അവരുടെ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ച് അവർക്ക് പിന്തുണ നൽകി കൂടെ നിന്ന് നമ്മൾ അങ്ങനത്തെ ഒരു മാനസിക അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കണം. നമ്മളൊന്ന് പിണങ്ങിയാൽ നമ്മുടെ ഒരു പിണക്കത്തിൻ്റെ മുഖഭാവം പോലും അവർക്ക് അസഹനീയമായി തോന്നത്തക്ക വിധത്തിൽ നമുക്കൊരു ബന്ധം വേണം. എങ്കിൽ ആ ബന്ധം വെച്ച് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. എത്ര വലിയ തിന്മയിലേക്ക് പോകുമ്പോഴും ഉമ്മക്കിഷ്ടല്ലേ ഞാൻ പോവില്ല, വാപ്പക്കിഷ്ടല്ലേ ഞാൻ പോവില്ല എന്ന് പറയത്തക്ക വിധത്തിലുള്ളൊരു ബന്ധം നമ്മൾ അവരിൽ നിന്ന് എന്ത് ചെയ്യണം? സ്ഥാപിച്ചെടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, നമ്മൾ അവരെ നേരത്തെ തന്നെ നിയന്ത്രിച്ച് പോരണം. ഒരുപക്ഷെ ചെറുപ്രായങ്ങളിൽ ചോദിക്കുന്നതെല്ലാം കൊടുക്കാൻ നമുക്ക് പറ്റും. മുതിർന്നു വരുമ്പോൾ അവരുടെ ആവശ്യങ്ങളെ നമുക്ക് നിവർത്തിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോ പറയുന്നതിൽ അർത്ഥമില്ല. ആ നോ അവരംഗീകരിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ ചെറുപ്പകാലം മുതൽ തന്നെ അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ നിസ്കാരവും അവരുടെ ദീനും എല്ലാ കാര്യങ്ങളും വളരെ ഇഷ്ടത്തോടു കൂടെയും ഉൾക്കൊണ്ടുകൊണ്ടും നിർവഹിപ്പിച്ചു കൊണ്ടുവന്നാൽ സ്വാഭാവികമായും അത് ജീവിതത്തിൽ എപ്പോഴും എന്തു ചെയ്യും? അത് തുടർന്നു കൊണ്ടിരിക്കും. പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അനിസ്ലാമികമായൊരു ഡ്രസ്സ് അത് വേണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. നോ പറയേണ്ടിടത്ത് നോ പറഞ്ഞു തന്നെ നിലനിൽക്കാൻ നമുക്ക് തുടക്കം മുതൽ പറ്റണം. ശരിയും തെറ്റും നമ്മൾ മനസ്സിലാക്കി അവരെ വിലക്കുന്നതിന് പകരം അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവർ സ്വയം വിട്ടു നിൽക്കുന്നതിലേക്ക് അവരുടെ മാനസികാവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യണം? വളർത്തിയെടുക്കണം. കുട്ടികൾ പലപ്പോഴും നമ്മൾ അനുസരിക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണം നമ്മളെക്കുറിച്ച് അവർക്ക് മതിപ്പില്ലാത്തത് കൊണ്ടാണ്. നമ്മളൊരു കാര്യം പാടില്ല എന്ന് പറയുമ്പോൾ ആ നിസ്സാരമായ തെറ്റിനേക്കാളും എത്രയോ ഗുരുതരമായ തെറ്റുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളുടെ നിർദ്ദേശങ്ങൾ ആരെങ്കിലും വിലക്കെടുക്കൂ? നമ്മളവിടെ ഒരു കാര്യം പറയുമ്പോൾ അതിനേക്കാളും ഗുരുതരമായ തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് അയാൾ മുഖവിലക്കെടുക്കൂ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മളെക്കുറിച്ചൊരു മതിപ്പുണ്ടാവണം.
നമ്മൾ പരസ്പരം കലഹിക്കുന്നവരോ പരസ്പരം ശണ്ട കൂടുന്നവരോ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഇല്ലാതെ ആദരവില്ലാതെ തെറി പറയുന്നവരോ അല്ലെങ്കിൽ നാം നമ്മുടെ മാതാപിതാക്കളെ നോക്കാത്തവരോ നാം നന്മയുടെ കൂടെ നിൽക്കാത്തവരോ സദാചാരപരമായി ജീവിക്കാത്തവരോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായും അത്തരം മാതാപിതാക്കൾക്കൊരു ബഹുമാനം മക്കളിൽ നിന്ന് പലപ്പോഴും കിട്ടാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നല്ലൊരു ബന്ധമുണ്ടാക്കി സമയോചിതമായി ഇടപെട്ട് ചെറുപ്പം മുതൽ തന്നെ നോ പറയേണ്ടത് നോ പറഞ്ഞ് നിർദ്ദേശിച്ച് പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ കൂടെ നിന്നാൽ നമ്മളെപ്പോലെ കുട്ടികളാകൂ, നമ്മുടെ നിയന്ത്രണത്തിലെ കുട്ടികൾ പോകൂ. അത്തരത്തിലുള്ളൊരു കൺട്രോൾ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കി തീർക്കാതെ എപ്പോഴെങ്കിലും നമുക്ക് പറ്റാത്തൊരു കാര്യത്തിൽ അടുക്കിലെത്തുമ്പോൾ നാം അപ്പോൾ മാത്രം നോ പറയുമ്പോൾ ഒരു പക്ഷേ അവർ നമ്മളെ ധിക്കരിക്കാനാണ് സാധ്യത. വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടുമാണ് മക്കളെ വളർത്തേണ്ടത്. അള്ളാഹു സഹായിക്കട്ടെ.